വീട് ഞങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്കെതിരായി ഞങ്ങൾ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും വേഗം ബാങ്കിൽ വരണമെന്ന്. ഞാൻ കാശ് രൂപ മുറുകെ പിടിച്ചു. ഉടമ്പടി ഉപ്പെടുത്ത് ബാങ്കിൻ്റെ കോർണറിൽ വിതറി ഞാൻ ബാങ്ക് മാനേജറുടെ റൂമിൽ കടന്നു. എന്നോടൊപ്പം എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണുകളെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പഴയ ബാങ്ക് മാനേജർ മാറി വളരെ ശാന്തശീലനായ ഒരു മാനേജരെയാണ് ഞാൻ കണ്ടത്. അദ്ദേഹം ഞങ്ങളെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. 22 ലക്ഷം രൂപ നിങ്ങൾ കോടതിയിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു. എൻ്റെ മനസ്സിന് വല്ലാത്ത ഭാരം തോന്നി. പക്ഷെ ഞാൻ അറിയാതെ ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ വന്നു. അതെങ്ങനെ വന്നെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. കർത്താവേ, എൻ്റെ ഹൃദയം നിൻ്റെ തിരുഹൃദയം പോലെ ആക്കണമേ എന്ന്. ഈ പ്രാർത്ഥന ഞാൻ സദാ ചൊല്ലിക്കൊണ്ടിരുന്നു. ഒരു ദിവസം പ്രതീക്ഷീകരണ പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ കർത്താവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം എനിക്ക് കൈയെത്താവുന്ന അകലത്തിൽ കർത്താവിൻ്റെ തിരുഹൃദയം പ്രത്യക്ഷപ്പെട്ടു. അഗ്നിജ്വാല പോലെ അതങ്ങ് തിളങ്ങി. അതിൽ ധാരാളം മിന്നൽ പിണറുകളെയും ഞാൻ കണ്ടു. എനിക്കിതെന്താണെന്ന് തന്നെ ഇപ്പോഴും മനസ്സിലായില്ല ഇതിൻ്റെ അർത്ഥം. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സർവീസ് സംബന്ധമായ കുറച്ച് കാശ്, അതായത് 11 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു. ഉടനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, അവർ 22 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. എനിക്ക് 11 ലക്ഷം രൂപയേ ഉള്ളൂ. ഈ പൈസ കൊണ്ട് എൻ്റെ വീട് എനിക്ക് എടുത്തു തരണം. എന്നിട്ട് ഞാൻ ബാങ്കുകാരെ വിളിച്ചു. ഞങ്ങൾ സെറ്റിൽമെൻറ്റിന് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മകൾ ചോദിച്ചു, അമ്മേ, 11 ലക്ഷം രൂപയല്ലേ ഉള്ളൂ, 22 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് നടക്കുക? ഞാൻ പറഞ്ഞു, നീ നോക്കിക്കോ, മാതാവ് അത് ശരിയാക്കി തരും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കോടതിയിൽ പോകേണ്ട സമയമായി. ഞാൻ കോടതിയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ എത്തി. കാശ് രൂപ മുറുകെ പിടിച്ചാണ് ഞാൻ പോയത്. ഞാൻ അവിടെ കാത്തിരുന്നു. അസിസ്റ്റൻറ്റ് മാനേജർ അതാ വരുന്നു. മാതാവിൻ്റെ രൂപസാദൃശ്യമുള്ള ചുരിദാറിട്ട സൗമ്യയായ സ്നേഹസമ്പന്നയായ ഒരു അസിസ്റ്റൻ്റ് മാനേജർ എൻ്റെ കയ്യിൽ വന്ന് പിടിച്ചു. എന്നോട് പറഞ്ഞു, ഒരു പുതിയ സ്കീമുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, പക്ഷേ ഈ സ്കീം ഇപ്പം വരേണ്ടതല്ല, ഇത് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല എന്നവർ എന്നോട് പറഞ്ഞു. ഇതനുസരിച്ച് നിങ്ങൾക്ക് വളരെ കുറച്ച് സംഖ്യ അടച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ എത്ര ലക്ഷം രൂപയാണ് അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 11 ലക്ഷം. 1 രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ എൻ്റെ അക്കൗണ്ടിൽ വന്ന 11 ലക്ഷം രൂപയ്ക്ക് മാതാവ് എൻ്റെ വീട് തിരികെ എനിക്ക് തന്നു. യേശയ്യ 45:2. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നികത്തുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഓടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും എന്ന വചനം എൻ്റെ ജീവിതത്തിൽ ജീവനുള്ളതായി മാറി.